നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ജനറേഷനിൽ കൂടുതൽ പേരും അവരുടെ ജീവിതത്തിൽ ഒട്ടും സാറ്റിസ്ഫൈ അല്ല. റീൽസിലും സ്റ്റോറിയിലും പോസ്റ്റിലൊക്കെ ഹാപ്പിയാണെന്ന് കാണിക്കാന്നല്ലാതെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ കാരണം അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് അതൊരു തട്ടിലും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിത രീതി എന്ന് പറയുന്നത് വേറൊരു തട്ടിലുമാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കൊന്നും അങ്ങ് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ നമ്മുടെ സാധാരണ ജീവിതം ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഈ ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഡ്രീം ലൈഫിനെ കുറിച്ചൊക്കെ ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലതും മോശപ്പെട്ടതുമായിട്ടുള്ള പല പ്രവൃത്തികളിലും നമ്മൾ ഉൾപ്പെടാറുണ്ട്. നമ്മളിങ്ങനെ താൽക്കാലികമായിട്ട് ഓരോരോ പ്രവൃത്തികളെ നമ്മളെ ചിന്തകളെ വഴിതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ടൈം പീരീഡ്, നമ്മുടെ ലക്ഷ്യം ഒന്നും കൂടെ നമ്മളിൽ നിന്ന് അകലെയാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള സാധ്യത കുറയുകയുമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ നിൽക്കാതെ നമ്മളെ ലക്ഷ്യത്തിലേക്കും നമ്മൾ സ്വപ്നം കണ്ട ഡ്രീം ലൈഫിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തിലും ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കിയിട്ട് അതിനെ മാറ്റിയിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു വഴിയും കാണുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ നമ്മളിലേക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നത് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളും കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയും അതേപോലെ നമ്മൾ സ്വപ്നം കണ്ട ആ ഡ്രീം ലൈഫ് നമുക്ക് ജീവിക്കാൻ കൂടിയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒളിച്ചോടാതെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുക.